പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കേരളത്തിൽ നിന്നൊരു സ്പെഷ്യൽ കല്യാണക്കുറി. ഇത് വെറുമൊരു കല്യാണക്കുറിയല്ല. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയാം. കുളവാഴയുടെ പൾപ്പിൽ നിന്നുണ്ടാക്കിയ പ്രത്യേക പേപ്പറിൽ തയ്യാറാക്കിയ ഒരു കല്യാണക്കുറിയാണിത്. ആലപ്പുഴ മുല്ലയ്ക്കൽ വാർഡ് മുൻ കൗൺസിലറായ റാണി രാമകൃഷ്ണന്റെ വളരെ കാലമുള്ള ആഗ്രഹമായിരുന്നു സ്വന്തം മകളുടെ വിവാഹം നല്ല രീതിയിൽ നടത്തണം എന്ന്. വിവാഹത്തിന് താനും മകളും ഏറെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ ക്ഷണിക്കണമെന്ന് BJP പ്രവർത്തകയായ റാണി വളരെ മുമ്പേ തന്നെ തീരുമാനിച്ചിരുന്ന ഒരു സംഗതിയാണ്. മോളുമായിട്ട് ഈ വിഷയം സംസാരിച്ചപ്പോൾ മകൾക്കും സമ്മതം. സാധാരണ ക്ഷണക്കത്ത് പോരല്ലോ, പ്രധാനമന്ത്രിയെ പോലെ ഒരാളെ ക്ഷണിക്കുമ്പോൾ അതിനൊരു സ്പെഷ്യാലിറ്റി ഒക്കെ വേണ്ടേ എന്ന് രണ്ടുപേരും തീരുമാനിച്ചു. അതിനായി അവർ സമീപിച്ചത് SD കോളേജിലെ ജന്തുശാസ്ത്ര വിഭാഗം മേധാവിയും ജലവിഭവ ഗവേഷണ കേന്ദ്രത്തിലെ മുഖ്യ ഗവേഷകനുമായ ഡോക്ടർ G നാഗേന്ദ്ര പ്രഭുവിനെയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഗവേഷണങ്ങൾ ഇവർക്ക് നേരിട്ടറിയാം. രണ്ടുപേരുടെയും ആഗ്രഹം മനസ്സിലാക്കിയ അദ്ദേഹം കുളവാഴ പൾപ്പിൽ നിന്നുണ്ടാക്കിയ പ്രത്യേക പേപ്പറിൽ കല്യാണക്കുറി തയ്യാറാക്കി. എന്തായാലും അത് കഴിഞ്ഞ ആഴ്ച നരേന്ദ്രമോദിക്ക് അയക്കുകയും ചെയ്തു. കുളവാഴയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണന സാധ്യത പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടാൻ തന്റെ ഈ ശ്രമം ഉപകരിക്കും എന്നാണ് റാണിയുടെ വിശ്വാസം. മകളുടെ നെറ്റിയിൽ സിന്ദൂരക്കുറി പതിയുമ്പോൾ പ്രധാനമന്ത്രിയുടെ അനുഗ്രഹവും ആശംസകളും തങ്ങൾക്കൊപ്പം ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് റാണിയും മകൾ പൂർണിമയും. പ്രതിശ്രുത വരനായ നവനീതിന്റെയും കുടുംബത്തിന്റെയും പൂർണ്ണ പിന്തുണയും ഇവർക്കുണ്ട്. ഏറെ നാളത്തെ ചികിത്സയ്ക്കും വൃക്ക മാറ്റിവെക്കലിനും ശേഷം ഭർത്താവായ രാമകൃഷ്ണൻ നായിക് 2022 നവംബറിൽ മരണപ്പെട്ടിരുന്നു. ഏക മകളായ പൂർണിമ ആ സമയത്ത് SD കോളേജിലെ ഹിന്ദി ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു. ഇപ്പോൾ BEd കഴിഞ്ഞ് പന്തളത്തെ ഒരു സ്വകാര്യ സ്കൂളിൽ അധ്യാപികയായി ജോലിയിൽ പ്രവേശിക്കുകയാണ്. വരുന്ന 19-നാണ് പൂർണിമയുടെ വിവാഹം. കോഴഞ്ചേരി സ്വദേശിയായ നവനീത് മോഹൻ റാവു ആണ് പ്രതിശ്രുത വരൻ. എന്തായാലും നരേന്ദ്രമോദിയോടുള്ള തങ്ങളുടെ സ്നേഹം പലരും അറിയിക്കുന്നത് സ്വന്തം മക്കളുടെ വിവാഹത്തിന് അദ്ദേഹത്തെ നേരിട്ട് പോയി ക്ഷണിച്ചും അല്ലെങ്കിൽ ഇതുപോലെ കത്തുകൾ അയച്ചും ആ കത്തിൽ ഒരുപാട് സ്പെഷ്യാലിറ്റികൾ ഒക്കെ സമ്മാനിച്ചും ആണ്. അദ്ദേഹത്തോടുള്ള ആ ഒരു സ്നേഹം, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ ഒരു ക്ഷണം എത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ, നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട, നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യമൊക്കെ നരേന്ദ്രമോദിയെ അറിയിക്കുമ്പോൾ അത് എത്രമാത്രം പ്രത്യേകത നിറഞ്ഞതായിരിക്കണം എന്നുള്ള സാധാരണക്കാരുടെ ആ ഒരു ചിന്തയാണ് ഇതിൽ ഏറെ പ്രകടമാകുന്നത്. ഇതിനു മുൻപും ഇതുപോലെ വളരെ സ്പെഷ്യലായിട്ടുള്ള പല കത്തുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നൊരു കൊച്ചു പെൺകുട്ടി ഒരിക്കൽ ഒരു പരാതിയും പറഞ്ഞ് അദ്ദേഹത്തിന് അയച്ച ഒരു കത്ത് അത് അദ്ദേഹം വായിക്കുകയും മറുപടി കൊടുക്കുകയും ചെയ്തത് ഏറെ ശ്രദ്ധേയമായിരുന്നു. എന്തായാലും പൂർണിമയുടെ വിവാഹത്തിനുള്ള ആശംസകൾ നേർന്നുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ മറുപടി കത്തും അടുത്ത ദിവസങ്ങളിൽ ഈ കുടുംബത്തിന് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് വിശ്വാസം. എന്തൊക്കെയായാലും പൂർണിമയുടെ സിമന്തരേഖയിൽ പതിയുന്ന ആ സിന്ദൂരത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഉണ്ടാകട്ടെ. പൂർണിമയുടെ അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ മനോഹരമായ ആ വിവാഹം നടത്താൻ സാധിക്കട്ടെ. എല്ലാ ഐശ്വര്യങ്ങളും പൂർണിമയ്ക്കും നവനീതിനും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.